പെട്രോൾ ഇല്ല, ഓടിക്കാൻ ആളില്ല, ചക്രങ്ങളിൽ വലിയ ഇരുമ്പ് ചങ്ങലകൾ. എന്നിട്ടും ആ ബൈക്ക് തനിയെ ഓടി. കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ലായിരിക്കും. പക്ഷേ രാജസ്ഥാനിലെ ഒരു ഹൈവേയിൽ ഇന്നും ഈ അത്ഭുതത്തിന് സാക്ഷിയായി ഒരു ക്ഷേത്രമുണ്ട്. മരണത്തിന് പോലും തളച്ചിടാൻ കഴിയാത്ത ഒരു ആത്മബന്ധത്തിന്റെ കഥയാണിത്. രാജസ്ഥാനിലെ പാലി ജില്ലയിലുള്ള ചോട്ടിലെ എന്ന ഗ്രാമത്തിലെ പ്രഭുവായ ജോർജ് സിംഗ് റാത്തോഡിന്റെ മകനായിരുന്നു ഓം സിംഗ്. എല്ലാവരും സ്നേഹത്തോടെ അദ്ദേഹത്തെ ഓം ബന്ന എന്ന് വിളിച്ചു. രാജകീയ പ്രൗഢിയോടെ ജീവിച്ചിരുന്ന അദ്ദേഹത്തിന് തന്റെ RNJ7773 എന്ന നമ്പറിലുള്ള റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് പ്രാണനായിരുന്നു. അന്ന് ഓം ബന്നയുടെ ഭാര്യ ഊർമിള കൻവാർ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് വിധി വില്ലനായി എത്തിയത്. ഒരു തണുത്ത രാത്രിയിൽ തന്റെ പ്രിയപ്പെട്ട ബുള്ളറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നിയന്ത്രണം വിട്ടുവന്ന ലോറി ഓം ബന്നയുടെ ബൈക്കിൽ ഇടിച്ചു. ഓം ബന്ന അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി. ബൈക്ക് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു. പക്ഷേ പിറ്റേന്ന് രാവിലെ കണ്ട കാഴ്ച പോലീസിനെ ഞെട്ടിച്ചു കളഞ്ഞു. സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ബൈക്ക് അവിടെയില്ല. അവർ അന്വേഷിച്ചു ചെന്നപ്പോൾ ബൈക്ക് അപകടം നടന്ന അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. പോലീസ് വിട്ടില്ല. വീണ്ടും ബൈക്ക് സ്റ്റേഷനിൽ എത്തിച്ചു. ഇത്തവണ ടാങ്കിലെ പെട്രോൾ മുഴുവൻ ഊറ്റിക്കളഞ്ഞു. വലിയ ചങ്ങലകൾ കൊണ്ട് ചക്രങ്ങൾ പൂട്ടിയിട്ടു. പക്ഷേ പിറ്റേന്നും അത്ഭുതം ആവർത്തിച്ചു. ചങ്ങലകൾ തകർത്ത് ഒരു തുള്ളി പെട്രോൾ പോലും ഇല്ലാതെ ആ ബൈക്ക് വീണ്ടും അപകട സ്ഥലത്ത് തിരിച്ചെത്തി. ഇതിൽ ഭയന്ന കുടുംബം ഈ വണ്ടി ഒഴിവാക്കാനായി തീരുമാനിച്ചു. അവർ ആ ബൈക്ക് ഗുജറാത്തിലുള്ള ഒരാൾക്ക് വിറ്റു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഗുജറാത്തിൽ നിന്നും ആ ബൈക്ക് തനിയെ ഓടി വീണ്ടും രാജസ്ഥാനിലെ ആ മരച്ചുവട്ടിൽ തന്നെ മടങ്ങിയെത്തി. എത്ര ദൂരത്തേക്ക് മാറ്റിയാലും തന്റെ ഉടമയുടെ ജീവൻ പൊലിഞ്ഞ മണ്ണിലേക്ക് തന്നെ ആ ബൈക്ക് മടങ്ങി വന്നു. നാട്ടുകാർ വിശ്വസിക്കുന്നത് ഓം ബന്നയുടെ ആത്മാവ് ഇന്നും തന്റെ പ്രിയപ്പെട്ട ബൈക്കിലുണ്ടെന്നാണ്. തന്റെ അച്ഛനെ കാണാൻ ഭാഗ്യമില്ലാതെ ജനിച്ച മകൻ മഹാപരാക്രമ സിംഗ് ഇന്ന് ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നു. ഇന്ന് ആ പഴയ ബുള്ളറ്റ് ഒരു ചില്ലിക്കൂട്ടിനുള്ളിൽ ഭദ്രമായി അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. ആ മരത്തിനു ചുറ്റും ആളുകൾ ചുവന്ന ചരടുകൾ കെട്ടുകയും മദ്യം വഴിപാടായി നൽകുകയും ചെയ്യുന്നു. ഹൈവേയിലൂടെ പോകുന്ന ഡ്രൈവർമാർ ഓം ബന്ന ഒരു കാവൽക്കാരനാണ്. തങ്ങളുടെ യാത്ര സുരക്ഷിതമാക്കാൻ അവർ ആ ക്ഷേത്രത്തിന് മുന്നിൽ ആദരവോടെ പ്രാർത്ഥിക്കുന്നു. ഈ അത്ഭുതത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ റിയൽ സ്റ്റോറിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.